നന്ദി ജോർജ് ജി. അടുത്തതായി നമ്മുടെ ആരാധ്യയായ സാരഥി ശ്രീ ശോഭ ചേച്ചിക്കുള്ള സ്വീകരണ ചടങ്ങാണ്. അതിനുള്ള ലിസ്റ്റ് വായിക്കുന്ന മുറയ്ക്ക് എല്ലാവരും തന്നെ അടുത്തു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഏറെ ബഹുമാന്യായ സ്ഥാനാർത്ഥി സ്വീകരിക്കുന്നതിനായി അരൂർ വടക്കു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആശീസ് കുമാറിനെ ക്ഷണിച്ചു. ലൈവ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്രോസ് പോസ്റ്റ് ചെയ്തോട്ടോ. അടുത്ത SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീ CM അശോകൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി പ്രീതി ഷാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത നമ്മുടെ അരൂർ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ശ്രീ സന്ധ്യ ശ്രീജൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം ഓരോ ബൂത്തുകളായിട്ട് വായിക്കുകയാണ്. ഓരോരുത്തരെ ഒന്ന് എത്തിച്ചേർന്നെന്ന് അറിയിക്കും. ബൂത്ത് 3 മഞ്ജു ഷാജി, നിതിൻ, സജി, രഞ്ജിത്ത്, മനോജ്. ബൂത്ത് 4 നിന്നും ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അഗസ്റ്റിൻ കളത്ര, നാമദേവൻ, സുരേഷ്, പ്രശാന്ത്, പ്രിയ, മിഥുൻ. ബൂത്ത് 7 ഷാജിമോൻ, വിജയൻ, സുരേന്ദ്രൻ. ബൂത്ത് 8 സജി, മനോജ്, ആന്റണി, ഉദയകുമാർ, ഹരി, സതീശൻ, കൃഷ്ണകുമാർ, അനീഷ്, അമ്പിളിരാജ്, രാജേഷ്, രജിലാൽ, രജനി സോമൻ, എലൈറ്റ് മധുസൂദനൻ. ചേച്ചി ഇവിടെ BMS കൺവീനറുടെ ആയിട്ടുള്ള രജിലാൽ. നമ്മുടെ BDSന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ബിജു മൂലയിൽ. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ നമ്മളോടൊപ്പം നമ്മുടെ പാർട്ടിയിലേക്ക് അണിചേരാനായി ഒരു വ്യക്തി വന്നിട്ടുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും ദേശീയതയിലേക്ക് കടന്നു വന്ന ജനാർദ്ദൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളെ. जय जय बीजेपी, जय जय NDA, जय जय नरेंद्र मोदी जी. മറുപടി പ്രസംഗത്തിനും നന്ദി പ്രകാശിപ്പിക്കാനായി ആരാധ്യയായ നമ്മളുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ ചേച്ചിയെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു.
ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീമാൻ അജിത് കുമാർ, ശ്രീ മധു, ആദരണീയനായിട്ടുള്ള പരമേശ്വരേട്ടൻ, പാലമറ്റം വിജയകുമാർജി, BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട സുഹൃത്ത് ജ്യോതിസ്, അനിയപ്പൻ ചേട്ടൻ, ബഹുമാനപ്പെട്ട ബാലാനന്ദൻ അവരുകൾ, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിന്റെ അമരക്കാരൻ ശ്രീമാൻ രൂപേഷ്, BDJSന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു മുലയിൽ, വാർഡ് മെമ്പർ പ്രിയപ്പെട്ട സന്ധ്യ ശ്രീജൻ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഹൃദയപൂർവ്വം നമസ്കാരം. ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്കെല്ലാവർക്കും ചേർന്ന് കുറച്ച് സ്വീകരണങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷമായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി വിജയിപ്പിച്ചവരാണ് ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികൾ. എത്ര വർഷം ഭരിച്ചതിന് ശേഷവും ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധികളായി പാർലമെന്റിനകത്ത് പോയതിനു ശേഷവും വീണ്ടും അവരിപ്പോ ആവശ്യപ്പെടുന്നത് ഒരവസരം കൂടി തരണം എന്നാണ്. നമ്മൾ ഓരോ വീടുകൾക്കകത്തും കയറി ചെന്ന് നാട്ടുകാരോട് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയ പാത കൊടുത്തപ്പോൾ അതിന്റെ ഭാഗമായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്കും റോഡ് കിട്ടി. നരേന്ദ്രമോദിജി കേരളത്തില് വ്യാപകമായി മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റികളാക്കി ഉയർത്താൻ തീരുമാനമെടുത്തുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യ പരിപാലന രംഗത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോ സംബന്ധിച്ച് അവർ പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവർ പോകുന്നത് രാജ്യത്ത് അഴിമതി നടത്താൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ആളുകളെ കൂടെ കൂട്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് ബദൽ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇതാണ് അവർ പരിശ്രമിച്ചത്. പക്ഷേ എന്തായാലും കോൺഗ്രസിന്റെ തന്നെ അഖിലേന്ത്യാ ലീഡർ ഖർഗേജി പറഞ്ഞതുപോലെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. പാർലമെന്റിൽ നമ്മൾ കേട്ടതാണ് 400-ലധികം വരുന്ന സീറ്റുകൾ ഒറ്റയ്ക്ക് മറികടക്കാൻ പോവുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദി എന്നുള്ള പ്രഖ്യാപനം. അതെല്ലാം സർവത്ര കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും ഏകകണ്ഠമായി പറയുന്നതാണ്. അതിനർത്ഥം സൂര്യ തേജസ് പോലെ ശ്രീമാൻ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സുസ്ഥിരമായിട്ടുള്ള, എല്ലാവർക്കും വികസനം എന്നുള്ള, എല്ലാവരുടെയും കർഷക തൊഴിലാളിയുടെയും പാവപ്പെട്ടവന്റെയും ചന്ദ്രനിൽ പോയി പൊട്ടുകുത്തുന്ന, സൂര്യനിലേക്ക് പേടകം വിക്ഷേപിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വരെയുള്ളവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക, ഈ നാടിനെ ഉയർത്തുക. ലോകം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ വലിയ രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ വളർച്ച നിരക്ക് അത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിവേഗം മുന്നോട്ട് പോയി. അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും കഴിഞ്ഞാൽ ഈ രാജ്യം ഇതാ മൂന്നാമത്തേക്ക് നടന്നിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് അവസരം തന്നപ്പോൾ വീണ്ടും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ഏതാണ്ട് $5 ട്രില്യൺ മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിന് അത്ഭുതത്തോടുകൂടി നമ്മുടെ ഭാരതത്തെ നോക്കി കാണേണ്ടി വരുമെന്ന് പറഞ്ഞ ആ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ, ഒരു മണിക്കൂർ പോലും അദ്ദേഹത്തിന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഈ രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കയർ ഫാക്ടറികൾ നടത്തുന്നവരും വേണം, അവിടെ തൊഴിലെടുക്കുന്ന ആളുകളും വേണം. ഇവിടുത്തെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് മത്സ്യമേഖലയെ ഉദ്ധരിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകണം, എക്സ്പോർട്ടിംഗ് ചെയ്യാനായിട്ടുള്ള അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് നല്ല കൂലിയും അതുപോലെ തന്നെ കൂലി വർധനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമുക്കൊന്നുമില്ലാത്തവരുടെ നാടായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുകയാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കർഷകരുടെ പ്രശ്നം, നെൽകർഷകരുടെ പ്രശ്നം, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, അവരുടെ വീട് വെക്കാനുള്ള ബുദ്ധിമുട്ട്, ഉൾനാടൻ കായൽ തീരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അത് പ്രത്യേകിച്ച്, അതുപോലെ തന്നെ സമുദ്ര തീരത്തുള്ളവരുടെ പ്രശ്നം, ഇതെല്ലാം പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് അവിടെ ചെന്ന് പറയാൻ
ഇവിടുത്തെ ഹാർബർ ഇല്ലാത്തതുകൊണ്ട്, നല്ലൊരു ഹാർബർ ഇല്ലാത്തതുകൊണ്ട് കൊല്ലത്തും അതുപോലെ തന്നെ കൊച്ചിയിലും പോയി കച്ചവടം ചെയ്യുന്നവര് 2000 രൂപ പോക്കറ്റിലിടാൻ വേണ്ടിയിട്ട് പലിശയ്ക്ക് 2000 രൂപയും 4000 രൂപയും വാങ്ങിയിട്ട് ഉപജീവന മാർഗം കഴിക്കുന്ന മത്സ്യ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ, അവന് വികസനം ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകൾ ഉണ്ടാകണം, കോളേജുകൾ ഉണ്ടാകണം. നാടിന്റെ ചുവരെഴുത്ത് വായിച്ചെറിഞ്ഞുകൊണ്ട് സ്റ്റാൻഡപ്പ് ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ മോദിജി എന്തായാലും എനിക്ക് പരിചയമുണ്ട്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഞാൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ശ്രീമാൻ അമിത്ഷാജി തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ശോഭ പോയാൽ പോരേ എന്ന് നിങ്ങൾ എല്ലാ വീടുകൾക്കകത്തും ചെന്നുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ചോദിക്കണം. അതിൽ കോൺഗ്രസ്സുകാരുടെയും വോട്ട് ചോദിക്കണം, ഇത്തവണ മാർക്സിസ്റ്റുകാരുടെയും വോട്ട് ചോദിക്കണം. മുമ്പ് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഇത്തവണ അതല്ല. കാരണം എന്താണ്? ദേശീയ തലത്തില് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇത്ര കണ്ട് അപജയത്തിലേക്ക് എത്തിച്ച ഒരാളാണ് മിസ്റ്റർ കെ സി വേണുഗോപാൽ. എത്രയോ പരിണിതപ്രജ്ഞനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സോണിയാഗാന്ധിയുമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തുകെട്ടിക്കിടന്ന ഉമ്മൻചാണ്ടിക്ക് പോലും 5 മിനിറ്റോ 10 മിനിറ്റോ സമയം അനുവദിക്കാതെ നെഞ്ചുപൊട്ടി തിരിച്ചു പോരേണ്ട സാഹചര്യം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പറഞ്ഞ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു. ഇന്ന് കോൺഗ്രസിലെ ഓരോരോ ആളുകളും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മളൊരു സഹോദരനാണ്. അപ്പോൾ ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യമായി, ഭരിക്കാൻ പോകുന്ന നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ ഒരു പകരക്കാരില്ലാത്ത നമ്മുടെ ഭാരതത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ താമര ചിഹ്നത്തിൽ ജനവിധി തേടുന്ന ശോഭ പോയാൽ മതി എന്നുള്ള തീരുമാനം ജനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ വീടുകൾക്കകത്ത് ചെന്നിരുന്ന് അവരുടെ കൈ പിടിച്ച് ഉള്ള ഒരു കാര്യമാണ് എന്റെ സഹപ്രവർത്തകർ ചെയ്യേണ്ടത്. കൂട്ടത്തിൽ നമ്മുടെ ജയസൂര്യന്റെ സിനിമയിൽ ഒരു ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഒരു സിനിമയിൽ അയാൾ പറയാണ്, ആരാണ് ഈ മുഖ്യമന്ത്രി? ഈ മുഖ്യമന്ത്രി ജനങ്ങളുടെ പണിക്കാരനാണ്. ആ സിനിമയിൽ പറയുന്നുണ്ട് അല്ലേ? അതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ പണിക്കാരനാണ്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് MP ആയാൽ നിങ്ങളുടെ പണിക്കാരിയാണ് ഞാൻ. അല്ലാത്തവരാരും തന്നെ MLA ആകാനും MP ആകാനും മുഖ്യമന്ത്രിയാകാനും ജനങ്ങളുടെ മുന്നിൽ വരേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞ എന്താണ്? സേവകരെ പോലെ പ്രവർത്തിക്കണം. ആര്? ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ, ഏത് പാർട്ടി ആകട്ടെ, ജയിച്ച് അധികാരത്തിൽ വരുന്നവർ സേവകനെ പോലെ പ്രവർത്തിക്കണം, സേവകയെ പോലെ പ്രവർത്തിക്കണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങളുടെ ഒരു പണിക്കാരിയായി, നിങ്ങളുടെ സേവകയായി ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു അവസരം നൽകാൻ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമരയിൽ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. നന്ദി ശോഭ ചേച്ചി. ഒരിക്കൽ കൂടി നമ്മളുടെ പ്രധാന സേവകന്റെ അടുത്തേക്ക് നമ്മൾ ശോഭ ചേച്ചിയെ അഴയ്ക്കുവാൻ വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുവാൻ BDJS-ന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബിജു മൂലയിൽ അവരുടെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. യോഗ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ നേതാക്കന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹകാരികളെ, ഇനി ഒരു 9 സ്ഥലത്തുകൂടി ഈ സ്വീകരണ പരിപാടികൾ നടത്തേണ്ടതിനാൽ എല്ലാവരും അക്ഷമമായിട്ട് തന്നെ ഇരിക്കുകയാണ്. കുറച്ച് താമസിച്ചു പോയി. ഇനി കാര്യങ്ങളൊക്കെ ഇത്തിരി സ്പീഡാക്കണം. അപ്പോൾ ആയതിനാൽ 18ാമത് ലോക്സഭയിലേക്ക് വരുന്ന 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ നേതാവ്, നമ്മുടെ ആശയും ആവേശവും നമ്മുടെ സ്വകാര്യ അഹങ്കാരവുമായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുകളെ ദേശീയതയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ, ആലപ്പുഴ ഇന്നുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ ഒരു മന്ത്രി, ഒരു വനിതാ മന്ത്രിയായിട്ട് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് അയക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിലും സദസ്സിലുമുള്ള ഈ സ്ഥലവും നമുക്ക് തന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത് മാതാ. യോഗ നടപടി കഴിഞ്ഞു. ഇനി നമ്മളുടെ ബൈക്ക് പര്യടനമാണ്. എല്ലാ റോഡ് ഷോയ്ക്കും വേണ്ടി എല്ലാ ടൂ വീലറുകളും മുൻപിൽ അണിനിരക്കേണ്ടതാണ്.
തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ റോഡ് ഷോ തുടങ്ങുകയാണ്. എല്ലാവരും അണിചേരുക. നിങ്ങൾ കയറണം അതിനകത്ത്. അങ്ങോട്ട് സുരേന്ദ്രനാവട്ടെ. അനുദിനം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ആലപ്പുഴ ഒരു തിലക കുറിയാകും. കയറിന്റെ നാട്ടിലെ കാഹളധ്വനികളിൽ നിറയുന്ന കൂടെ ആരെങ്കിലും ഉണ്ടോ? കൂടെ സമാധാനമായിരിക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി കടന്നു വരികയാണ്. നിങ്ങളെ കാണുവാൻ നിങ്ങളെ സംസാരിക്കുവാൻ നിങ്ങളിൽ ഒരുവനായി മാറി നിങ്ങളുടെ അനുഗ്രഹമായിട്ടിതാ കടന്നു വരുന്നു ജനനായക ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. താമര താമര താമരയാണ് നമ്മുടെ അടയാളം. ആലപ്പുഴയുടെ സുന്ദര വികസനത്തിന് ഇന്നും നമ്മുടെ കേന്ദ്രമണി താമരയായിരിക്കുന്ന പ്രിയർക്ക് ആലപ്പുഴയുടെ നന്മയ്ക്കായി നമ്മുടെ സാരഥി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിതാ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ ഈ നാടിന്റെ ജനസാരഥി ശോഭാ സുരേന്ദ്രൻ. ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം ഇനി ആലപ്പുഴയുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വികസന പ്രദേശമായി മാറ്റുവാൻ സാധ്യതയുള്ള ആലപ്പുഴയ്ക്ക് വേണം ഒരു വനിതാ കേന്ദ്രമന്ത്രി. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ കിടക്കുന്ന ആലപ്പുഴയ്ക്ക് സുസ്ഥിരമായ വികസനം കാഴ്ചവെക്കുവാൻ വെറും കപട വാക്കുകൾ കൊണ്ട് വികസനത്തിന്റെ അവകാശം ഏറ്റെടുക്കുവാൻ വരുന്ന കിങ്കര ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യമാണ് വലുത്, രാജ്യത്തെ ജനങ്ങളാണ് വലുതെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തത്വത്തെ മുൻനിർത്തി രാജ്യപുരോഗതിക്കായി കുതിക്കുന്ന NDP-ക്കായി നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ശോഭാ സുരേന്ദ്രനെ 48 വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ വികസനം കൺമുന്നിൽ കാണുക കൂട്ടരെ. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അടക്കം അതിനൂതന വികസന സംവിധാനങ്ങളോടെ ആലപ്പുഴ കുതിക്കുമ്പോൾ വികസനം ആലപ്പുഴയ്ക്ക് സമ്മാനിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി.
ജനനായകനായ മോദിയുടെ കരങ്ങൾക്ക് കരുത്തേകുവാൻ ആലപ്പുഴയിലും വിരിയട്ടെ പൊൻതാമര. താമര താമര താമരയാണ് നമ്മുടെ അടയാളം. താമരയാണ് രാജ്യത്തിന്റെ വികസന ചിഹ്നം. ഓരോ വോട്ടും താമരയ്ക്ക്, ഓരോ വോട്ടും ശോഭാ സുരേന്ദ്രന്. വിജയിക്കണം ശോഭാ സുരേന്ദ്രൻ, തെളിയണം ആലപ്പുഴയുടെ ശോഭ. ഇതാ കടന്നു വരുന്നു, നാടുണർത്തി, നഗരമുണർത്തി, നാട്ടുവീഥികൾ ഉണർത്തി നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. തിരിക്കാവോ തിരിക്കാവോ എവിടെ തിരിക്കാവോ? നമുക്ക് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ അടിക്കണ്ടേ അവിടെ വികസനം ശോഭാ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി. രാജ്യസുരക്ഷ മോദിയുടെ ഗ്യാരണ്ടി. സമസ്ത മേഖലകളും മോദിയുടെ ഗ്യാരണ്ടിയോടെ മുന്നേറുമ്പോൾ ഇവിടെ ഈ മലയാള നാട്ടിലെ അവസ്ഥയെന്ന്, കിഴക്കിന്റെ വെനീസ് എന്ന് പേര് കേട്ട ആലപ്പുഴയുടെ അവസ്ഥയെന്ന് ഈ നാടിനെ പ്രതിനിധീകരിച്ചവർ കിഴക്കിന്റെ വെനീസിനെ ദുർഗന്ധം വമിക്കുന്ന നാടാക്കി പിന്നോട്ടടിച്ചപ്പോൾ ഈ നാടിനെ, ആലപ്പുഴയെ യഥാർത്ഥ കിഴക്കിന്റെ വെനീസാക്കി തീർക്കുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ആലപ്പുഴയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. ആലപ്പുഴയിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് 3 വർഷത്തിനുള്ളിൽ വീടുണ്ടാക്കി നൽകുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. കുടിവെള്ളമെത്താത്ത വീടുകളിൽ ഉടനടി കുടിവെള്ള പൈപ്പുകൾ എത്തിക്കുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. +2 പാസ്സായി കഴിഞ്ഞ രൂപയുടെ സ്കോളർഷിപ്പ് നൽകുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. അതെ, ഇത് നരേന്ദ്രമോദിജിയുടെ ഉറപ്പാണ്. ഈ ഉറപ്പ് നമ്മുടെ നാട്ടിൽ എത്തിക്കുവാൻ നമുക്ക് വേണം ശോഭാ സുരേന്ദ്രൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ആലപ്പുഴയുടെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഏറ്റുവാൻ ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. ആലപ്പുഴയുടെ തീരദേശ നിവാസികളുടെ തീരാ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ, ആലപ്പുഴയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളായി ആലപ്പുഴക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കും അറുതി വരുത്തുവാൻ നമുക്ക് വേണം NDAയുടെ സാരഥി ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയ്ക്ക് വേണം ഒരു വനിതാ കേന്ദ്രമന്ത്രി. നരേന്ദ്രമോദിയുടെ 3ാം ഭരണത്തിൽ നമ്മുടെ നാടിന്റെ വികസനത്തിനായി ശോഭാ സുരേന്ദ്രന് നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം താമരയടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ടിതാ നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുന്നു ശോഭാ സുരേന്ദ്രൻ. നമ്മുടെ ചിഹ്നം താമര. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഞാൻ പറയാം ഇവന്മാര് പോകുന്നുണ്ടോ? ഇതുപോലെ നമ്മള് പോയാൽ മതി, ഈ ലെവലിൽ പോയാൽ മതി. കേട്ടോ മതി, എടുത്തോ കേട്ടോ. പതിയെ പോയാൽ മതിയേ, ആ വണ്ടിയുടെ ഒപ്പം പോകണ്ട. ലൈവ് പോകുന്നുണ്ടോ? പതിയെ പോയാൽ മതി. നമ്മൾ ഒരുപാട് അകന്നു പോകരുത്. ആലപ്പുഴയുടെ വികസനത്തിന് രാജ്യം വീണ്ടും ഭരിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിലൂടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇത്തവണ നിങ്ങളുടെ മനസ്സിന്റെയും മനസാക്ഷിയുടെയും അംഗീകാരം താമര ചിഹ്നത്തിൽ നൽകി ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രമന്ത്രിയെ കിട്ടുവാൻ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിതാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ആലപ്പുഴ ഇത് കാവിപ്പുഴ, കടലിന്റെ തീരത്തിലെ ആവേശാന്തപ്പുഴ. അതെ, വിജയസൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി താമര വീണ്ടും വിരിയുവാൻ ഒരുങ്ങുമ്പോൾ ആലപ്പുഴയിലും വിജയിക്കണം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ആലപ്പുഴയുടെ ശോഭ, ആലപ്പുഴയുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ. ഇതാ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഝാൻസിയാണ്. എതിരാളികളുടെ നാവടപ്പിക്കുന്ന വാക്ചാതുര്യം
സാധാരണക്കാരിയായ പൊതുപ്രവർത്തക, എന്നും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിറഞ്ഞു നിൽക്കുന്നയാൾ. അതെ, ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കി ആലപ്പുഴയുടെ മനസ്സിൽ സ്ഥാനം നേടിയ നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ ഇതാ കടന്നു വരുന്നു. വികസനം കിട്ടാക്കനിയായി കിടക്കുന്ന ആലപ്പുഴയുടെ മണ്ണിൽ വെറും വാക്കുകൾ കൊണ്ടല്ലാതെ പ്രവർത്തന മികവ് നടത്തി കാണിക്കുവാൻ കരുത്തുള്ള ശോഭാ സുരേന്ദ്രൻ. പൊള്ളയായ വാഗ്ദാനങ്ങൾക്കും മുളച്ചുപൊന്തിയ ഫലകങ്ങൾക്കും അപ്പുറം വികസനത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് കാണിക്കുവാൻ ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രമന്ത്രിയെ സമർപ്പിക്കുവാൻ ഇത്തവണ കൂടെ ചേരൂ. നമ്മുടെ ഓരോ വോട്ടും താമരയ്ക്കാവട്ടെ, നമ്മുടെ ഓരോ വോട്ടും ശോഭാ സുരേന്ദ്രനാവട്ടെ. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ആലപ്പുഴ ഒരു തിലകക്കുറിയായി മാറണം. മാറ്റം വരുവാൻ 3ാം മോദി മന്ത്രിസഭയിൽ ഇത്തവണ ആലപ്പുഴയ്ക്കായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകണം. അതെ, എല്ലാ കേന്ദ്രീയ പദ്ധതികളുടെയും യാഥാർത്ഥ്യം ആലപ്പുഴയ്ക്ക് സമ്മാനിക്കുവാൻ ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടി വരികയാണ് ശോഭാ സുരേന്ദ്രൻ. ഇതാ തൊട്ടു പിന്നാലെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടുവാൻ, നിങ്ങളുടെ സ്നേഹാംഗീകാരങ്ങൾ നേടിയതാ കടന്നു വരികയാണ് NDAയുടെ പ്രിയ സാരഥി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും താഴുന്നു, കടക്കിണി കൂടുന്നു, തൊഴിലാളി വർഗം മണ്ണിൽ കണ്ണീർ തോന്നുന്നു. ഇന്ത്യയെ വിജയിച്ചാൽ അതിനൊരു പരിഹാരം, താമര വിടരാനായി വേണം സന്നാഹം. താമരയടയാളത്തിൽ രാജ്യത്തിന്റെ വികസന പ്രസ്ഥാനത്തിന് കരുത്തേകുവാൻ നമുക്ക് നൽകാം നമ്മുടെ ഓരോ വോട്ടും ആലപ്പുഴയുടെ ശോഭയ്ക്ക്, നമ്മുടെ ശോഭാ സുരേന്ദ്രന്. 48 വർഷക്കാലമായി രാജ്യമൊട്ടാകെ മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ വികസനം നിമിഷാർദ്ധ നേരം കൊണ്ട് സാധ്യമാകുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങൾ ഇനിയും ആലപ്പുഴയിലേക്കും എത്തിക്കുവാൻ കടന്നു വരികയാണ് ശോഭാ സുരേന്ദ്രൻ. അധികാരത്തിന്റെ സുഖലോലുപതയിൽ ശയിക്കാതെ എന്നും ജനങ്ങൾക്കൊപ്പം, ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന കരുത്തുറ്റ സമരനായിക. എണ്ണമറ്റ വികസന പദ്ധതികളിലൂടെ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന മോദി സർക്കാരിന് ആലപ്പുഴയിൽ നിന്നും ഒരു വനിതാ കേന്ദ്രമന്ത്രിയെ സമ്മാനിക്കുവാൻ ഒരുമുഖ പ്രബുദ്ധരായ വോട്ടർമാരെ നമ്മെ അറിയുന്ന, നാടറിയുന്ന സാരഥി വരികയാണ്. നമുക്ക് നൽകാം ഓരോ വോട്ടും നമ്മുടെ താമരയ്ക്ക്, നമ്മുടെ ശോഭാ സുരേന്ദ്രന്. അതെ, കാലത്തിന്റെ തീച്ചൂളയിൽ ഉരുത്തിരിഞ്ഞ ജീവിതാനുഭവങ്ങളുമായി ജനശ്രവണത്തിനിറങ്ങിയ ജനങ്ങളെ അറിയുന്ന സാരഥി, ജനനന്മയ്ക്കായി, ജനക്ഷേമത്തിനായി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ശോഭാ സുരേന്ദ്രൻ ഇതാ വരികയാണ്. ആലപ്പുഴയുടെ ജനഹൃദയങ്ങളെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശോഭാ സുരേന്ദ്രൻ. താമരയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശോഭാ സുരേന്ദ്രന് നൽകി ആലപ്പുഴയ്ക്ക് വനിതാ കേന്ദ്രമന്ത്രിയെ സമ്മാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആലപ്പുഴക്കാരുടെ ഏത് വിഷയമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്? ഒന്നും ചർച്ച ചെയ്തിട്ടല്ല ഹൈവേ കൊടുത്തത്. ഹൈവേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൊടുക്കാൻ ശ്രീമദ് നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം ആലപ്പുഴയും വികസിക്കുവാൻ വിജയിക്കണം ശോഭാ സുരേന്ദ്രൻ. ഇനി ആലപ്പുഴയും ശോഭിക്കും. ആലപ്പുഴയുടെ ശോഭാ സുരേന്ദ്രൻ. അതെ, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വികസന പ്രദേശമായി മാറ്റുവാൻ സാധ്യതയുള്ള ആലപ്പുഴയ്ക്ക് വേണം ഒരു വനിതാ കേന്ദ്രമന്ത്രി. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഇനിയും ഒളിഞ്ഞു കിടക്കുന്ന ആലപ്പുഴയ്ക്ക് സുസ്ഥിരമായ വികസനം കാഴ്ചവെക്കുവാൻ, വെറും കപട വാക്കുകൾ കൊണ്ട് വികസനത്തിന്റെ അവകാശം ഏറ്റെടുക്കുവാൻ വരുന്ന കിങ്കര ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യമാണ് വലുത്, രാജ്യത്തെ ജനങ്ങളാണ് വലുതെന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ തത്വത്തെ മുൻനിർത്തി രാജ്യ പുരോഗതിക്കായി NDAയുടെ പ്രിയങ്കരിയായ ശോഭാ സുരേന്ദ്രൻ വികസനം വാക്കുകളിലും ശിലാഫലകങ്ങളിലും കണ്ടുമടിയായ ആലപ്പുഴക്കാർക്ക് ഇനിയുള്ള നാളുകളിൽ യഥാർത്ഥ വികസനം എന്തായി മുടങ്ങിക്കഴിയുന്ന ദേശീയപാതയുടെ വികസനം കൺമുന്നിൽ കാണുക കൂട്ടരെ. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അടക്കം അതിനൂതന വികസന സംവിധാനങ്ങളിലൂടെ ആലപ്പുഴ കുതിക്കുമ്പോൾ വികസനം ആലപ്പുഴയ്ക്ക് സമ്മാനിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി. ജനനായകനായ മോദിയുടെ കരങ്ങൾക്ക് കരുത്തേൽക്കുവാൻ ആലപ്പുഴയിലും വിരിയട്ടെ പൊൻതാമര. താമരയാണ് നമ്മുടെ അടയാളം. താമരയാണ് രാജ്യത്തിന്റെ വികസന ചിഹ്നം. ഓരോ വോട്ടും താമരയ്ക്ക്,
വിജയിക്കണം ശോഭാ സുരേന്ദ്രൻ, തെളിയണം ആലപ്പുഴയുടെ ശോഭ. ഇതാ കടന്നു വരുന്നു, നാടുണർത്തി നഗരമുണർത്തി നാട്ടുവീഥികൾ ഉണർത്തി നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. നാടിൻ പ്രതാപമാകുകയും നാട് വികസിക്കാൻ വീണ്ടെടുക്കാം നമുക്ക് നാടിൻ പ്രതാപമാകുകയും. ശോഭാ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, ആലപ്പുഴയുടെ ശോഭ, മോദിയുടെ ഗ്യാരണ്ടി, ആലപ്പുഴയുടെ ശോഭ. കയറിന്റെ നാട്ടിലെ കാഹളധ്വനികളിൽ നിറയുന്ന ശോഭാ സുരേന്ദ്രൻ, കപടതയില്ലാത്ത ജനസേവനത്തിന്റെ അടയാളം ശോഭാ സുരേന്ദ്രൻ. പ്രിയമുള്ളവരെ, കടന്നു വരുന്നു നമ്മുടെ സാരഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. രാജ്യം വീണ്ടും മോദിക്ക് അനുകൂലമായി മൂന്നാമതും വിധിയെഴുതുവാൻ കാത്തിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുമ്പോൾ ഇതാ ആലപ്പുഴയുടെ ശോഭയായി മാറുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മിന്നുന്ന സാരഥി കടന്നു വരികയാണ്. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളിൽ ഒരുവളായി മാറി നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായിട്ടിതാ കടന്നു വരുന്നു ജനനായിക ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. താമര താമര താമരയാണ് നമ്മുടെ അടയാളം. ആലപ്പുഴയുടെ ശരിയായ വികസനത്തിന് ഇത്തവണ നമ്മുടെ ഓരോ വോട്ടും താമര അടയാളത്തിൽ നൽകി ആലപ്പുഴയുടെ നന്മകൾക്കായി നമ്മുടെ സാരഥി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിതാ കടന്നു വരുന്നു നിങ്ങൾക്കരികിലേക്ക്. നിങ്ങളെ കാണുവാൻ ഈ നാടിന്റെ ജനസാരഥി ശോഭാ സുരേന്ദ്രൻ. താമര ചിഹ്നത്തിൽ ഒട്ടുകൾ നൽകിടാം, മോദിജിക്കൊപ്പം കുതിക്കാം. കയറിന്റെ നാട്ടിലെ കാഹളധ്വനികളിൽ നിറയുന്ന ശോഭാ സുരേന്ദ്രൻ, കപടതയില്ലാത്ത ജനസേവനത്തിന്റെ അടയാളം ശോഭാ സുരേന്ദ്രൻ. നാടിനെ അറിഞ്ഞ, നാടിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ അമ്മമാരുടെ, സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ, എന്തിനേറെ ശത്രുക്കളുടെ പോലും മനസ്സ് കീഴടക്കി ആലപ്പുഴയുടെ മനസ്സിലേറിയ നമ്മുടെ വിജയസാരഥി ശോഭാ സുരേന്ദ്രൻ ഇതാ കടന്നു വരുന്നു. കൈയിട്ടുമാരി രാജ്യത്തെ നശിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരിൽ നിന്നും കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളടക്കം സമസ്ത മേഖലകളിലും പൊതുവികസനത്തിന്റെ നേതൃത്വം നൽകിയ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ വെറും ട്രെയിലർ മാത്രമാണെന്നും ഇനിയുള്ളതാണ് യഥാർത്ഥ വികസന കുതിപ്പെന്നും വ്യക്തമാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്തെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുമ്പോൾ, പിന്തുണയ്ക്കുമ്പോൾ, മൂന്നാം മോദി സർക്കാരിനായി ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ ആലപ്പുഴയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുതൽ സമസ്ത മേഖലകളെയും കരകയറ്റുവാൻ നമുക്ക് വേണ്ടത് കേന്ദ്രം ഭരിക്കുവാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രമന്ത്രിയെയാണ്. ഇനി ആലപ്പുഴയിൽ ശോഭയുണ്ടാകും. ആലപ്പുഴയ്ക്ക് ശോഭ കൂട്ടാൻ ശോഭാ സുരേന്ദ്രൻ വരണം. ത്തിന്റെ പേരാണ് ശോഭാ സുരേന്ദ്രൻ. പാവങ്ങൾക്കായി നാടിന്റെ പ്രതിരോധ ജ്വാലയ ശോഭാ സുരേന്ദ്രൻ. അതെ, വരികയാണ്, നിങ്ങൾക്കരികിലേക്ക് വരികയാണ്. ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കി ആലപ്പുഴയുടെ സ്നേഹമേറ്റുവാങ്ങി കടന്നു വരുന്നു NDAയുടെ പ്രിയ സാരഥി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും രാജ്യത്തിന്റെ വികസനം മോദിയുടെ ഗ്യാരണ്ടി, ആലപ്പുഴയുടെ വികസനം ശോഭാ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി, രാജ്യസുരക്ഷ മോദിയുടെ ഗ്യാരണ്ടി. സമസ്ത മേഖലകളും മോദിയുടെ ഗ്യാരണ്ടിയോടെ മുന്നേറുമ്പോൾ ഇവിടെ ഈ മലയാള നാട്ടിലെ അവസ്ഥയെന്ത്? കിഴക്കിന്റെ വെനീസ് എന്ന് പേര് കേട്ട ആലപ്പുഴയുടെ അവസ്ഥയെന്ത്? ഈ നാടിനെ പ്രതിനിധീകരിച്ചവർ കിഴക്കിന്റെ വെനീസിനെ ദുർഗന്ധം വമിക്കുന്ന നാടാക്കി പിന്നോട്ടടിച്ചപ്പോൾ ഈ നാടിനെ, ആലപ്പുഴയെ യഥാർത്ഥ
ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ആലപ്പുഴയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. ആലപ്പുഴയിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് 3 വർഷത്തിനുള്ളിൽ വീടുണ്ടാക്കി നൽകുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. കുടിവെള്ളമെത്താത്ത വീടുകളിൽ ഉടനടി കുടിവെള്ള പൈപ്പുകൾ എത്തിക്കുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. +2 പാസ്സായി കഴിഞ്ഞ മുഴുവൻ പെൺകുട്ടികൾക്കും 25,000 രൂപയുടെ സ്കോളർഷിപ്പ് നൽകുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. അതെ, ഇത് നരേന്ദ്രമോദിജിയുടെ ഉറപ്പാണ്. ഈ ഉറപ്പ് നമ്മുടെ നാട്ടിൽ എത്തിക്കുവാൻ നമുക്ക് വേണം ശോഭാ സുരേന്ദ്രൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ആലപ്പുഴയുടെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് എത്തുവാൻ ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. ആലപ്പുഴയുടെ തീരദേശ നിവാസികളുടെ തീരാ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ, ആലപ്പുഴയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളായി ആലപ്പുഴക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കും അറുതി വരുത്തുവാൻ നമുക്ക് വേണം NDAയുടെ സാരഥി ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയ്ക്ക് വേണം ഒരു വനിതാ കേന്ദ്രമന്ത്രി. നരേന്ദ്രമോദിയുടെ 3ാം ഭരണത്തിൽ നമ്മുടെ നാടിന്റെ വികസനത്തിനായി ശോഭാ സുരേന്ദ്രന് നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം താമരയടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ടിതാ നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുന്നു ശോഭാ സുരേന്ദ്രൻ. നമ്മുടെ ചിഹ്നം താമര. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ആലപ്പുഴ ഇതൊരു പുതു കാവിപ്പുഴ, കടലിന്റെ തീരത്തിലെ ആവേശാംഗപ്പുഴ. ആലപ്പുഴയുടെ അമരത്വ നേരോടെ നമ്മെ നയിക്കുവാൻ ശോഭയുണ്ട്. ചങ്കിക്കരുത്തുള്ള മോദിക്കു പിന്തുണ നൽകുവാൻ നാടാകെ കൂടെയുണ്ട്. ആമരക്കേകിടമൊട്ട് നാടിന്റെ നന്മയ്ക്കായോട്ട്. തർക്കമില്ലാത്ത തലപ്പൊക്കത്തോടെ രാജ്യത്തിന്റെ അമരസിംഹാസനത്തിൽ വീണ്ടും മോദി എന്ന വിജയസൂര്യൻ ഉദിക്കുമ്പോൾ, അതിനായി ഒരുങ്ങുമ്പോൾ ജനകീയ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് അലങ്കാരമായി ഒരുങ്ങട്ടെ ആലപ്പുഴയിൽ നിന്നും ഒരു വനിതാ കേന്ദ്രമന്ത്രി. ആലപ്പുഴയുടെ വികസനത്തിന് രാജ്യം വീണ്ടും ഭരിക്കാൻ ഒരുങ്ങുന്ന നരേന്ദ്രമോദി സർക്കാരിലൂടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇത്തവണ നിങ്ങളുടെ മനസ്സിന്റെയും മനസാക്ഷിയുടെയും അംഗീകാരം താമര ചിഹ്നത്തിൽ നൽകി ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രമന്ത്രിയെ കിട്ടുവാൻ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിതാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ആമരക്കേകിടമൊട്ട് നാടിന്റെ നന്മയ്ക്കായോട്ട്. ആമരക്കേകിടമൊട്ട് നാടിന്റെ നന്മയ്ക്കായോട്ട്. ആലപ്പുഴ ഇത് പുതു കാവിപ്പുഴ, കടലിന്റെ തീരത്തിലെ ആവേശാംഗപ്പുഴ. അതെ, വിജയസൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി താമര വീണ്ടും വിരിയുവാൻ ഒരുങ്ങുമ്പോൾ ആലപ്പുഴയിലും വിജയിക്കണം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ആലപ്പുഴയുടെ ശോഭ, ആലപ്പുഴയുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ. ഇതാ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഝാൻസി റാണി. എതിരാളികളുടെ നാവടപ്പിക്കുന്ന വാക്ചാതുര്യം, സാധാരണക്കാരിയായ പൊതുപ്രവർത്തക, എന്നും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിറഞ്ഞു നിൽക്കുന്നയാൾ. അതെ, ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കി ആലപ്പുഴയുടെ മനസ്സിൽ സ്ഥാനം നേടിയ നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ ഇതാ കടന്നു വരുന്നു. വികസനം കിട്ടാക്കനിയായി കിടക്കുന്ന ആലപ്പുഴയുടെ മണ്ണിൽ വെറും വാക്കുകൾ കൊണ്ടല്ലാതെ പ്രവർത്തന മികവ് നടത്തി കാണിക്കുവാൻ കരുത്തുള്ള ശോഭാ സുരേന്ദ്രൻ. പൊള്ളയായ വാഗ്ദാനങ്ങൾക്കും മുളച്ചുപൊന്തിയ ഫലകങ്ങൾക്കും അപ്പുറം വികസനത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് കാണിക്കുവാൻ ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രമന്ത്രിയെ സമർപ്പിക്കുവാൻ ഇത്തവണ കൂടെ ചേരൂ. നമ്മുടെ ഓരോ വോട്ടും താമരയ്ക്കാവട്ടെ. നമ്മുടെ ഓരോ വോട്ടും ശോഭാ സുരേന്ദ്രനാവട്ടെ. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ആലപ്പുഴ ഒരു തിലകക്കുറിയായി മാറണം. മാറ്റം വരുവാൻ 3ാം മോദി മന്ത്രിസഭയിൽ ഇത്തവണ ആലപ്പുഴയ്ക്കായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകണം. അതെ, എല്ലാ കേന്ദ്രീയ പദ്ധതികളുടെയും യാഥാർത്ഥ്യം ആലപ്പുഴയ്ക്ക് സമ്മാനിക്കുവാൻ ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടി വരികയാണ് ശോഭാ സുരേന്ദ്രൻ. ഇതാ തൊട്ട പിന്നാലെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടുവാൻ, നിങ്ങളുടെ വരികയാണ് NDAയുടെ പ്രിയ സാരഥി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും
തൊഴിലാളി വർഗം മണ്ണിൽ കണ്ണീർ തോന്നുന്നു. ഇന്ത്യയെ വിജയിച്ചാൽ അതിലൊരു പരിഹാരം താമര വിടരാനായി താമര താമര താമരയുടെ ആളത്തിൽ രാജ്യത്തിന്റെ വികസന പ്രസ്ഥാനത്തിന് കരുത്തേകുവാൻ നമുക്ക് നൽകാം നമ്മുടെ ഓരോ വോട്ടും. ആലപ്പുഴയുടെ ശോഭയ്ക്ക്, നമ്മുടെ ശോഭാ സുരേന്ദ്രന്. 48 വർഷക്കാലമായി രാജ്യമൊട്ടാകെ മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ വികസനം നിമിഷാർദ്ധ നേരം കൊണ്ട് സാധ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങൾ ഇനിയും ആലപ്പുഴയിലേക്കും എത്തിക്കുവാൻ കടന്നു വരികയാണ് ശോഭാ സുരേന്ദ്രൻ. അധികാരത്തിന്റെ സുഖലോലുപതയിൽ ശയിക്കാതെ എന്നുമെന്നും ജനങ്ങൾക്കൊപ്പം, ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന കരുത്തുറ്റ സമരനായിക. എണ്ണമറ്റ വികസന പദ്ധതികളിലൂടെ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന മോദി സർക്കാരിന് ആലപ്പുഴയിൽ നിന്ന് ഒരു വനിതാ കേന്ദ്രമന്ത്രിയെ സമ്മാനിക്കുവാൻ ഒരുമുഖ പ്രബുദ്ധരായ വോട്ടർമാരെ നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നാടറിയുന്ന സാരഥി വരികയാണ്. നമുക്ക് നൽകാം ഓരോ വോട്ടും നമ്മുടെ താമരയ്ക്ക്, നമ്മുടെ ശോഭാ സുരേന്ദ്രന്. അതെ, കാലത്തിന്റെ തീച്ചൂളയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ജീവിതാനുഭവങ്ങളുമായി ജനസേവനത്തിനിറങ്ങിയ ജനങ്ങളെ അറിയുന്ന സാരഥി, ജനനന്മയ്ക്കായി, ജനക്ഷേമത്തിനായി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ശോഭാ സുരേന്ദ്രൻ ഇതാ വരികയാണ്. ആലപ്പുഴയുടെ ജനഹൃദയങ്ങളെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശോഭാ സുരേന്ദ്രൻ. താമരയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശോഭാ സുരേന്ദ്രന് നൽകി ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രമന്ത്രിയെ സമ്മാനിക്കുക. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയുടെ ശോഭ, മോദിയുടെ ഗ്യാരണ്ടി. ആലപ്പുഴയുടെ ശോഭ, മോദിയുടെ ഗ്യാരണ്ടി. ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം ആലപ്പുഴയും വികസിക്കുവാൻ വിജയിക്കണം ശോഭാ സുരേന്ദ്രൻ. ഇനി ആലപ്പുഴയും ശോഭിക്കും. ആലപ്പുഴയുടെ ശോഭാ സുരേന്ദ്രൻ. അതെ, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വികസന പ്രദേശമായി മാറ്റുവാൻ സാധ്യതയുള്ള ആലപ്പുഴയ്ക്ക് വേണം ഒരു വനിതാ കേന്ദ്രമന്ത്രി. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഇനിയും ഒളിഞ്ഞുകിടക്കുന്ന ആലപ്പുഴയ്ക്ക് സുസ്ഥിരമായ വികസനം കാഴ്ചവെക്കുവാൻ, വെറും കപട വാക്കുകൾ കൊണ്ട് വികസനത്തിന്റെ അവകാശം ഏറ്റെടുക്കുവാൻ വരുന്ന കിങ്കര ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യമാണ് വലുത്, രാജ്യത്തെ ജനങ്ങളാണ് വലുതെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തത്വത്തെ മുൻനിർത്തി രാജ്യ പുരോഗതിക്കായി കുതിക്കുന്ന NDAയ്ക്കായി ഇതാ നമ്മുടെ നാടിനു വേണ്ടി നമുക്ക് വിജയിപ്പിക്കണം നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ശോഭാ സുരേന്ദ്രനെ. 48 വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ വികസനം കൺമുന്നിൽ കാണുക കൂട്ടരെ. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അടക്കം അതിനൂതന വികസന സംവിധാനങ്ങളിലൂടെ ആലപ്പുഴ കുതിക്കുമ്പോൾ വികസനം ആലപ്പുഴയ്ക്ക് സമ്മാനിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി. ജനനായകനായ മോദിയുടെ കരങ്ങൾക്ക് കരുത്തേകുവാൻ ആലപ്പുഴയിലും വിരിയട്ടെ പൊൻതാമര. താമര താമര താമരയാണ് നമ്മുടെ അടയാളം. താമരയാണ് രാജ്യത്തിന്റെ വികസന ചിഹ്നം. ഓരോ വോട്ടും താമരയ്ക്ക്, ഓരോ വോട്ടും ശോഭാ സുരേന്ദ്രന്. വിജയിക്കണം ശോഭാ സുരേന്ദ്രൻ, തെളിയണം ആലപ്പുഴയുടെ ശോഭ. ഇതാ കടന്നു വരുന്നു. നാടുണർത്തി, നഗരമുണർത്തി, നാട്ടുവീഥികൾ ഉണർത്തി നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. നാട് വികസിക്കാൻ, വീണ്ടെടുക്കാൻ നമുക്ക് നാടിൻ പ്രതാപമാകുകയും. താമരയ്ക്കിനി വോട്ട് നൽകുക നാട് വികസിക്കാൻ, വീണ്ടെടുക്കാൻ നമുക്ക് നാടിൻ പ്രതാപമാകുകയും. ശോഭാ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയുടെ ശോഭ, മോദിയുടെ ഗ്യാരണ്ടി. ആലപ്പുഴയുടെ ശോഭ. സാമ്പത്തിക ശക്തി മാത്രമാക്കി ഈ കയറിന്റെ നാട്ടിലെ കാഹളധ്വനികളിൽ നിറയുന്ന ശോഭാ സുരേന്ദ്രൻ. കപടതയില്ലാത്ത ജനസേവനത്തിന്റെ അടയാളം ശോഭ
സാരഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. രാജ്യം വീണ്ടും മോദിക്ക് അനുകൂലമായി മൂന്നാമതും വിധിയെഴുതുവാൻ കാത്തിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുമ്പോൾ ഇതാ ആലപ്പുഴയുടെ ശോഭയായി മാറുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മിന്നുന്ന സാരഥി കടന്നു വരികയാണ്. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളിൽ ഒരുവളായി മാറി നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായിട്ടിതാ കടന്നു വരുന്നു ജനനായിക ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. താമര താമര താമരയാണ് നമ്മുടെ അടയാളം. ആലപ്പുഴയുടെ ശരിയായ വികസനത്തിന് ഇത്തവണ നമ്മുടെ ഓരോ വോട്ടും താമര അടയാളത്തിൽ നൽകി ആലപ്പുഴയുടെ നന്മകൾക്കായി നമ്മുടെ സാരഥി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിതാ കടന്നു വരുന്നു നിങ്ങൾക്കരികിലേക്ക്. നിങ്ങളെ കാണുവാൻ ഈ നാടിന്റെ ജനസാരഥി ശോഭാ സുരേന്ദ്രൻ. ചിഹ്നത്തിലോട്ടുകൾ നൽകിടാം, മോദിക്കൊപ്പം കുതിക്കാം. കയറിന്റെ നാട്ടിലെ കാഹളധ്വനികളിൽ നിറയുന്നു ശോഭാ സുരേന്ദ്രൻ. കവടയില്ലാത്ത ജനസേവനത്തിന്റെ അടയാളം ശോഭാ സുരേന്ദ്രൻ. നാടിനെ അറിഞ്ഞ, നാടിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ അമ്മമാരുടെ, സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ, എന്തിനേറെ ശത്രുക്കളുടെ പോലും മനസ്സ് കീഴടക്കി ആലപ്പുഴയുടെ മനസ്സിലേറിയ നമ്മുടെ വിജയസാരഥി ശോഭാ സുരേന്ദ്രൻ ഇതാ കടന്നു വരുന്നു. കൈയിട്ടുമാറി രാജ്യത്തെ നശിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരിൽ നിന്നും കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളടക്കം സമസ്ത മേഖലകളിലും പൊതുവികസനത്തിന്റെ നേതൃത്വം നൽകിയ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ വെറും ട്രെയിലർ മാത്രമാണെന്നും ഇനിയുള്ളതാണ് യഥാർത്ഥ വികസന കുതിപ്പെന്നും വ്യക്തമാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്തെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുമ്പോൾ, പിന്തുണയ്ക്കുമ്പോൾ, മൂന്നാം മോദി സർക്കാരിനായി ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ ആലപ്പുഴയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുതൽ സമസ്ത മേഖലകളെയും കരകയറ്റുവാൻ നമുക്ക് വേണ്ടത് കേന്ദ്രം ഭരിക്കുവാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി ആലപ്പുഴയ്ക്കൊരു വനിതാ കേന്ദ്രമന്ത്രിയെയാണ്. ഈ ആലപ്പുഴയിൽ ശോഭയുണ്ടാകും. ആലപ്പുഴയ്ക്ക് ശോഭ കൂട്ടാൻ ശോഭാ സുരേന്ദ്രൻ വരണം. ഈ പുരുത്തുരാരണകാരകത്തിന്റെ പേരാണ് ശോഭാ സുരേന്ദ്രൻ. പാവങ്ങൾക്കായി നാടിന്റെ പ്രതിരോധ ജ്വാലയ ശോഭാ സുരേന്ദ്രൻ. അതെ, വരികയാണ്, നിങ്ങൾക്കരികിലേക്ക് വരികയാണ്. ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കി ആലപ്പുഴയുടെ സ്നേഹമേറ്റുവാങ്ങി കടന്നു വരുന്നു NDAയുടെ പ്രിയ സാരഥി ശോഭാ സുരേന്ദ്രൻ. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും രാജ്യത്തിന്റെ വികസനം മോദിയുടെ ഗ്യാരണ്ടി, ആലപ്പുഴയുടെ വികസനം ശോഭാ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി, രാജ്യസുരക്ഷ മോദിയുടെ ഗ്യാരണ്ടി, സമസ്ത മേഖലകളും മോദിയുടെ ഗ്യാരണ്ടിയോടെ മുന്നേറുമ്പോൾ ഇവിടെ ഈ മലയാള നാട്ടിലെ അവസ്ഥയെന്ത്? കിഴക്കിന്റെ വെനീസ് എന്ന് പേര് കേട്ട ആലപ്പുഴയുടെ അവസ്ഥയെന്ത്? ഈ നാടിനെ പ്രതിനിധീകരിച്ചവർ കിഴക്കിന്റെ വെനീസിനെ ദുർഗന്ധം വമിക്കുന്ന നാടാക്കി പിന്നോട്ടടിച്ചപ്പോൾ ഈ നാടിനെ, ആലപ്പുഴയെ യഥാർത്ഥ കിഴക്കിന്റെ വെനീസാക്കി തീർക്കുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ആലപ്പുഴയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. ആലപ്പുഴയിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് 3 വർഷത്തിനുള്ളിൽ വീടുണ്ടാക്കി നൽകുമെന്നുറപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. കുടിവെള്ളമെത്താത്ത വീടുകളിൽ ഉടനടി കുടിവെള്ള പൈപ്പുകൾ എത്തിക്കുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. +2 പാസ്സായി കഴിഞ്ഞ മുഴുവൻ പെൺകുട്ടികൾക്കും 25,000 രൂപയുടെ സ്കോളർഷിപ്പ് നൽകുമെന്ന് ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. അതെ, ഇത് നരേന്ദ്രമോദിജിയുടെ ഉറപ്പാണ്. ഈ ഉറപ്പ് നമ്മുടെ നാട്ടിൽ എത്തിക്കുവാൻ നമുക്ക് വേണം ശോഭാ സുരേന്ദ്രൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ആലപ്പുഴയുടെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഏറ്റുവാൻ ശോഭാ സുരേന്ദ്രന്റെ ഉറപ്പ്. ആലപ്പുഴയുടെ തീരദേശ നിവാസികളുടെ തീരാ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ, ആലപ്പുഴയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളായി ആലപ്പുഴക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കും അറുതി വരുത്തുവാൻ നമുക്ക് വേണം NDAയുടെ സാരഥി ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയ്ക്ക് വേണം ഒരു വനിതാ കേന്ദ്രമന്ത്രി. നരേന്ദ്രമോദിയുടെ 3ാം ഭരണത്തിൽ നമ്മുടെ നാടിന്റെ വികസനത്തിനായി ശോഭാ സുരേന്ദ്രന് നിങ്ങളുടെ മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും അംഗീകാരം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുര
അവസരം അഭ്യർത്ഥിച്ചുകൊണ്ടിതാ നിങ്ങൾക്കരികിലേക്ക് കടന്നു വരുന്നു ശോഭാ സുരേന്ദ്രൻ. നമ്മുടെ ചിഹ്നം താമര. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഇത് കാവിപ്പുഴ